എന്നും ഒരേപോലെ ആയ ബോറടിക്കത്തില്ലേ? ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കണ്ടേ? അപ്പോൾ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച് 1 കിലോഗ്രാം ചിക്കൻ്റെ പീസസ് ഓരോന്നായി പാനിലേക്ക് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ദാ ഇതേപോലെ ഓരോ പീസസായി തിരിച്ചിട്ട് കൊടുത്ത് മറുവശവും ദാ ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസസ് എല്ലാം ഈ പാനിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഈ 2 പട്ട, ഗ്രാമ്പൂ, ഏലക്കായും ഇട്ട് കൊടുത്ത് ഇടത്തരം 2 സവോള സ്ലൈസ് ചെയ്തതും ചേർത്ത് വഴറ്റി സവോളയൊന്നും വഴൻ്റെ ഇതിൻ്റെ കളറൊക്കെ മാറിതാ ഈ ഒരു പരുവത്തിലെത്തിയാൽ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയൊരു തക്കാളി കഷ്ണങ്ങളാക്കിയത്, 2ആയി മുറിച്ച 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഈ തക്കാളിയും പച്ചമുളകും ഒന്നും ഒരുപാട് വഴണ്ട് പോവാതെ നമുക്ക് ഈ സവോളയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതുപോലൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇനി ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഈ പൊടികൾ ഈ മസാലയിലേക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ്റെ പീസസും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഗ്രേവിക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ തീ അങ്ങ് ഓഫ് ചെയ്ത് മൂടി വെച്ചേക്കണം. പിന്നെ ആ മൂടി തുറന്ന് നോക്കുമ്പോൾ ദാ നോക്കിയേ നെയ്യൊക്കെ തെളിഞ്ഞ് ഗ്രേവിയിൽ പൊതിഞ്ഞ് നമ്മുടെ ചിക്കൻ കറി റെഡി. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസ് ഇനി പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.